അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ വിശേഷം എന്താ വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. സിമ്പിൾ ഉപ്പുമാവാണ്. കാരണം പിന്നെ ക്യാരറ്റും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് പഴമുണ്ട്. ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. പഴം ഉണ്ടെങ്കിലും അതിങ്ങനെ വിണ്ട് കീറിയിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ്. പക്ഷേ ഇതങ്ങ് വിണ്ട് കീറി എന്തോ ഇങ്ങനെ ഡാമേജ് ആയിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാൻ പാടാന്ന് തോന്നുന്നു. നോക്കട്ടെ. എന്തായാലും നമുക്ക് പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര കൂട്ടി കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചക്കലത്തെ വിശേഷം കാണാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. കറിയൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ മോന് കൊണ്ടുപോകാനായിട്ട് പയറുതോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ നാട്ടുമാവാണ്. നാട്ടുമാവിൽ നിന്ന് കിട്ടിയ നമ്മുടെ നാട്ടുമാങ്ങയാണ്. അപ്പോൾ ഇത് മധുരം ഉണ്ട് കേട്ടോ, എന്നാലും ചെറിയൊരു പുളിയുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. മാമ്പഴം ഞാൻ അടപ്പേ വെച്ചു. മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ്, അതിനായിട്ട് ഞാൻ ഇച്ചിരി തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും ഇച്ചിരി ജീരകവും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ഇച്ചിരി വെള്ളം കുറച്ച് വെള്ളമായോ ഇല്ല. പിന്നെ നമുക്കുള്ളത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ചെറുപയർ തോരൻ, നമ്മുടെ ചോറ്. അപ്പോൾ ഇന്ന് ചെറിയ ലഞ്ച് ഇത്രയേ ഉള്ളൂ കൂട്ടാൻ. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് മീൻ അങ്ങനെ ഒട്ടും വാങ്ങാറില്ല. കാരണം നമ്മൾ രാവിലെയും ഒക്കെ രാമായണം വായിക്കുന്നതല്ലേ. അപ്പോൾ ഈ ടോട്ടലി ഒരു വെജിറ്റേറിയൻ ആണ് എപ്പോഴും. മീനും കിട്ടാനും ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചാലോ. അപ്പോൾ ചോറ് ഇതിപ്പോൾ അമ്മയ്ക്ക് വിളമ്പി വെച്ചതാണ്, അമ്മയ്ക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാം. ചോറെടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മയ്ക്കുള്ള ചോറാണ്. ഇനിയിപ്പോൾ എനിക്കും മോൾക്കും കൂടെ വിളമ്പണം. അമ്മയ്ക്ക് ആദ്യം കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.